അപ്പൊ പ്രേക്ഷകരെ 3 ദിവസം കണ്ണൊന്ന് ചിമ്മാതെ കാത്തിരുന്നുകൊള്ളൂ. 4-ാം തീയതി ഏറ്റവും പുതിയ വിവരങ്ങൾ അത് അപ്പോൾ തന്നെ ഏറ്റവും ചടുലമായി റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ ഈ മാസം 10-11 തീയതികളിൽ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ചേരും. ഭരണ തുടർച്ച ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ അന്തിമമായി തീരുമാനിക്കുക പോളിറ്റ് ബ്യൂറോ യോഗത്തിലാകും. 22, 23, 24 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. മെയ് 6-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ ധാരണയാകും. റഷീദ് ചേരുന്നു. റഹീസ്, ദിവസങ്ങളോളമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, അത് കോൺഗ്രസ് തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കിയ ഒരു വിഷയം, UDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പുറത്ത് LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവിടെയും അപ്പോൾ ഒരു മുഖ്യമന്ത്രി അത് ആരാകുമെന്ന് നമുക്കൊക്കെയും അറിയാം. അപ്പൊ എങ്ങനെയായിരിക്കും പാർട്ടിക്കകത്തെ യോഗങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, മെയ് 6-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ ധാരണ, വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് വോട്ടെണ്ണാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയും CPIM-ന്റെയും LDF-ന്റെയും ആത്മവിശ്വാസം. 72 മുതൽ 78 വരെയുള്ള സീറ്റുകൾ കിട്ടി. മൂന്നാമതും LDF സർക്കാർ ഭരണ തുടർച്ച ഉണ്ടാക്കും എന്ന് അവർ കരുതുന്നുണ്ട്. പല കണക്കുകൂട്ടലുകൾ അനുസരിച്ചാണ് സർവേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന തരത്തിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. കാരണം എക്സിറ്റ് പോൾ ഫലം എതിരാകുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മലയാളികൾ പിന്തുണച്ചത് എന്ന് ദേശീയ മാധ്യമങ്ങളുടെ സർവേ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഭരണത്തിനെതിരായി ഉണ്ടായിരുന്നില്ല എന്ന് അവർ കരുതുന്നു. എന്തായാലും CPIM തീയതി കുറിച്ചു കഴിഞ്ഞു. 6-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, 10-11-ന് പോളിറ്റ് ബ്യൂറോ, 22, 23, 24 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ എന്നിവയാണ് നടക്കുക. 6-ാം തീയതി നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPIM-നെ നിയമസഭയ്ക്കകത്ത് ആര് നയിക്കും എന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും. ഭരണ തുടർച്ചയുണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായി LDF-ന്റെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ആർക്കുമില്ല. പക്ഷേ പ്രതിപക്ഷത്താണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത ആരും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പകരം ആര് വരും എന്നത് അന്ന് തീരുമാനമെടുക്കും. അന്ന് തന്നെ, അതായത് 6-ാം തീയതി തന്നെ CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ചേരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷത്താണ് LDF എങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും 6-ാം തീയതി അറിയാൻ കഴിയും. അതല്ല ഭരണപക്ഷത്താണെങ്കിൽ ഈ 2 പാർട്ടികളുടെയും ആരാണ് നിയമസഭയിൽ അവരെ നയിക്കുക എന്നതും അന്ന് അറിയാൻ പറ്റുന്നുണ്ടാവും. റോഷ്നി, ഓക്കെ, അപ്പൊ അതൊക്കെ അറിയാനായി നമ്മൾ കാത്തിരിക്കുകയാണ് റഹീസ്.